ഐഷുവിന് ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഐഷുവിന് ഇപ്പോൾ 20 months കഴിഞ്ഞു, ഏകദേശം 2 ആവാൻ പോകുന്നു. അപ്പോൾ 1.5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ ഫുഡൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം. ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാനാണ്. ഇനി ആ ചൂടായതിന് ശേഷം നമുക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മോൾക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അധികം വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യാൻ നോക്കൽ. സൺഫ്ലവറും അങ്ങനെയൊന്നും അധികം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കലുണ്ട്. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന സവാളയാണ്. കുറച്ച് സവാള ഇട്ട്, കാരണം നമ്മൾ അത്ര ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇട്ടോ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറിയൊരു പോർഷൻ ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ ഇട്ടെടുത്തത് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ ചെറിയൊരു പോർഷൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടെടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്രോസൺ പീസാട്ടോ. അതായത് പട്ടാണി ഉണ്ടല്ലോ, അതായത് ഫ്രോസൺ രൂപത്തിൽ കിട്ടുന്ന പട്ടാണി ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ തരം വെജിറ്റബിൾസ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പൊടികളൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളല്ല, അപ്പോൾ അധികം സ്പൈസസ് ഒന്നും വേണ്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെപ്പർ പൗഡറൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഫില്ലിങ് റെഡിയായി. ഇനി അതിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം. ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ചപ്പാത്തി റോളാണ് കേട്ടോ. അപ്പോൾ അത് റോൾ ചെയ്യാൻ വേണ്ടിയുള്ള ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുന്നത്. പൈശുവിന് വേണ്ടിയിട്ടല്ല, അപ്പോൾ കുഞ്ഞ് ചപ്പാത്തി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്ത്. അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റോൾ ചെയ്തേക്കാം. അതിന് മുന്നായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു ബേസ് കൊടുക്കാം. ഈ കെച്ചപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ ഐശ്വര്യമൊക്കെ പൊതുവേ നല്ല ഇഷ്ടമാണ് കെച്ചപ്പൊക്കെ. അപ്പോൾ അതൊരു ബേസ് പോലെ കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. വലിയ ചപ്പാത്തി ആകുമ്പോൾ റോൾ ചെയ്യാൻ എളുപ്പമാണ്. ഇത് കുഞ്ഞു ചപ്പാത്തി ആയതുകൊണ്ട് കുറച്ചൊരു കഷ്ടപ്പാടാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദിവസവും നമ്മൾ ഒരേപോലത്തെ ഫുഡ് തന്നെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ടൊക്കെ വെറൈറ്റി പരീക്ഷിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കുകയും ചെയ്യും, അവർക്ക് നല്ല താല്പര്യം ഉണ്ടാവും. മാത്രമല്ല കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് ഹെൽത്തി ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്